അവളെ അന്വേഷിച്ച ഒരാൾ വന്നു. SI രാജ്കുമാർ. പുരുഷോത്തമൻ സാറിൻ്റെ മകളാണ്. സാറിൻ്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് അവളാണ്. കുറച്ച് നാളായി അവളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അവൾ മിസ്സിങ് എന്ന് മനസ്സിലായപ്പോൾ അവളെ പറ്റിയുള്ള ഫയല് ഡിറ്റക്റ്റീവ് നന്ദി ഏൽപ്പിക്കാൻ സാറ് പറഞ്ഞു. പറഞ്ഞോ സാർ. രാജ്കുമാർ, ഞാൻ നന്ദിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൻ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചാൽ നിനക്കറിയില്ലെന്ന് പറഞ്ഞാൽ മതി. സത്യങ്ങൾ മനസ്സിലാക്കിയാൽ അവൻ ചിലപ്പോൾ നമുക്കെതിരെ തിരിയും. മനസ്സിലായോ? ഓക്കെ സാർ. SI രാജ്കുമാറായി മാറിയ ഞാൻ പിന്നെ നന്ദ വഴി എൻ്റെ കാർത്തികയെ തരുന്നു. அந்த பொண்ணு கூட யாரெல்லாம் இருந்தாங்க? அப்பப்போ ஒரு நர்ஸ் வரும் சார். நர்ஸ் மாசமா இருந்தா நர்ஸ் வராம நயன்தாரா வரும். அம்மா, இவங்களை பார்த்துருக்கீங்களா? இல்லைங்க, பார்த்ததில்ல. இவங்களை பார்த்துருக்கீங்களா? பார்த்துருக்கேன் சார். இங்கே ஏமா நிற்கிறீங்க? யாரை பார்க்கணும்? சந்திரிகா மேடம் எங்கே இருப்பாங்க? அவங்க ஆப்ரேஷன் தியேட்டரில் இருப்பாங்க. டாக்டர் சந்திரிகா மேடத்தை பார்க்க அப்பப்போ வருவாங்க. எக்ஸ்கியூஸ் மீ, டாக்டர் சந்திரிகா மேடத்தை பார்க்கணும். யாரு? டாக்டர் சந்திரிகா மேடம். அவங்க ஏர்லியரா வீட்டுக்கு போயிட்டாங்க. இனி நாளைக்கு தான் அப்பாயின்மெண்ட். ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൂടിയ ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ സത്യമായിട്ടും കരുതിയില്ല. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. അവളും നിങ്ങളോട് ഇതുപോലെ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാവില്ലേ? എന്റെ അവസ്ഥ കാണിച്ച് ഭീഷണിപ്പെടുത്തിയല്ലേ നിങ്ങൾ അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്? ഒടുവിൽ അയാൾ അവളെ കൊല്ലുന്ന കണ്ട് നിങ്ങൾ ആസ്വദിച്ചില്ലേ? എത്ര ന്യായീകരിച്ചാലും നിങ്ങൾക്ക് മാപ്പില്ല. ഗുരുപ്രസാദിന്റെ മരണവിവരം അറിഞ്ഞ് സഹപ്രവർത്തകരും ആരാധകരും അടക്കം വൻ ജനാവലിയാണ് നീലാങ്കരയിലുള്ള വസതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുരുപ്രസാദിനെ കൊല ചെയ്യാൻ ഉപയോഗിച്ച തോക്ക് മുൻ DSP പുരുഷോത്തമന്റെ പേരിലുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പുരുഷോത്തമനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരികയാണ്.
ഭാര്യയുമായി പിണങ്ങിയിരിക്കുന്നതിനാൽ ഗുരുപ്രസാദ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത് എന്നാണ് ബന്ധുക്കളിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. രാവിലെ വീട്ടിലെത്തിയ ജോലിക്കാരനാണ് മൃതദേഹം ആദ്യം കണ്ടത്. ഗുരുപ്രസാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സ്ഥലം സിഐയോട് ചോദിച്ചറിയാം. സർ, നിലവിലുള്ള ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഗുരുപ്രസാദിനെ കൊലപ്പെടുത്തിയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പുരുഷോത്തമൻ ഈ കൊലപാതകവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറെ നിർത്തുണ്ടായിരുന്നു. സോറി. അവനൊരു മെന്റലാണെന്ന് സ്വയം പറഞ്ഞിട്ട് പോന്നു. നമ്മൾ അവൻ എന്തെങ്കിലും ചെയ്യണം സാർ. തനിക്ക് ഇനി മനസ്സിലായി നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയാതെ പറഞ്ഞിട്ട് പോയത്. അത് സേതു മാണിക്യം, പുരുഷോത്തമൻ സാറിന്റെ കേസ് അന്വേഷിക്കാൻ വന്ന ആളാണ്. ഹലോ, സമയം നമ്പർ ഇപ്പോൾ വെങ്കടേഷ് നഗർ ഫസ്റ്റ് സ്റ്റേറ്റിൽ 20 മീറ്റർ അടുത്തായിട്ടാണ് കാണിക്കുന്നത്. സർ, ആ വണ്ടിയിൽ പെൺകുട്ടി അമ്മയുടെ വീട്ടിൽ തന്നെയായിരുന്നു ഒളിപ്പിച്ചത്. സോറി. എനിക്കറിയാം, ഇനി നീ എന്നെ എവിടെ കൊണ്ടാക്കിയാലും അവരെന്നെ കണ്ടുപിടിക്കും. സർ, നമ്മൾ അന്വേഷിക്കുന്ന പെൺകുട്ടി നമ്മൾ അന്വേഷിച്ച പെൺകുട്ടി ഇതല്ലല്ലോ. അന്വേഷിക്കുന്നവൻ അർഹതയുള്ളവനാണെങ്കിൽ അത് അവന് കിട്ടുന്നത് തന്നെയല്ലേ അതിന്റെ ന്യായം. തമിഴ്നാടിനെ പിടിച്ചുകൊളുത്തിയ വിഗ്രഹക്കടത്ത് കേസിലെ മുഖ്യപ്രതി മുൻ ഡിവൈഎസ്പി പുരുഷോത്തമന്റെ ഒളിവിലായിരുന്ന മകൾ പവിത്രയെ CBI ഓഫീസർ സേതു മാണിക്യവും സംഘവും അറസ്റ്റ് ചെയ്തു. പുരുഷോത്തമനെയും മകളെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നിരവധി പ്രമുഖർ പ്രതിസ്ഥാനത്ത് എത്തുമെന്നുള്ള സൂചന നൽകി CBI അന്വേഷണം തുടരുകയാണ്.